വെൽക്കം ബാക്ക് ടു എവരിഡേ ഇംഗ്ലീഷ് വിത്ത് സോണിയ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്ഥിരം സന്ദർഭങ്ങളിൽ നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പഠിക്കാം. നമുക്ക് പല ദിവസങ്ങളിലും കോമൺ ആയിട്ട് കുറേ സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകേണ്ടി വരാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ആരെങ്കിലും ആദ്യമായിട്ട് കണ്ട് പരിചയപ്പെടുന്നു, അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കണം, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാനുള്ള വഴി അറിയണം. ഇവിടെയൊക്കെ നമ്മൾ ഒരേ തരം സെൻറ്റൻസസ് ആണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ പറ്റിയ സെൻറ്റൻസസ് നമ്മൾ പഠിച്ചു വെച്ചാലുള്ള ഗുണം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നേരെ ആ സെൻറ്റൻസ് എടുത്ത് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്നറിയാലോ, നമുക്ക് അടുത്ത വാക്ക് കിട്ടുമോ, തെറ്റിപ്പോകുമോ, ഇതാണോ ശരി എന്നൊക്കെ ഓർത്ത് നമ്മൾ ഭയപ്പെട്ട് ഇംഗ്ലീഷ് തീരെ സംസാരിക്കാതെയാവും. അത് വരാതിരിക്കാൻ ഇങ്ങനെ സെൻറ്റൻസസ് പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. അത് മാത്രമല്ല, നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്നതായിട്ട്. അത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ വളരെയധികം സഹായിക്കും. നമ്മളെല്ലാവരും കണ്ട് ചിരിച്ചിട്ടുള്ളൊരു സിനിമയില്ലേ കിലുക്കം, അതിൽ ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച കഥാപാത്രം പറയുന്ന കുറച്ച് ഡയലോഗ്സ് ഓർമ്മയുണ്ടല്ലോ. ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. അതിൽ നമ്മളെല്ലാവരും ചിരിച്ചത് ഇത്രയൊക്കെ ഇംഗ്ലീഷ് അറിയുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, ഈ അറിയാവുന്ന കുറച്ച് സെൻറ്റൻസ് വെച്ചാണ് ഈ കഥാപാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പോൾ അതാണ് സെൻറ്റൻസസ് അല്ലെങ്കിൽ ഫ്രേസസ് പഠിച്ചു വെച്ചാലുള്ള ഗുണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെൻറ്റൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരാളെ കാണുമ്പോൾ നമുക്ക് ആദ്യം പറയാവുന്ന വാക്ക് ഹലോ എന്ന് തന്നെയാണ് അല്ലേ. അതൊരൊറ്റ വാക്കാണ്, പക്ഷെ അവിടെ പരിചയപ്പെടാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വാക്കാണ് ഹലോ. അതിൻ്റെ കൂടെ നമുക്ക് സ്വയം പരിചയപ്പെടുത്താം. അപ്പോൾ എൻ്റെ പേര് ഇന്നതാണ് എന്ന് പറയാൻ രണ്ട് രീതിയുണ്ട്. മൈ നെയിം ഇസ്, അപ്പോൾ എനിക്ക് പറയാം സോണിയ എന്ന്, മൈ നെയിം ഇസ് സോണിയ, അല്ലെങ്കിൽ ഐ ആം സോണിയ എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഹലോ ഐ ആം സോണിയ, അല്ലെങ്കിൽ ഹലോ മൈ നെയിം ഇസ് സോണിയ. അത് കഴിഞ്ഞ് നമ്മൾ പരിചയപ്പെട്ട ആളോട് പേര് ചോദിക്കണമല്ലോ. അതെങ്ങനെ ചോദിക്കും? നിങ്ങളുടെ പേര് എന്താണ് എന്ന് ചോദിക്കാൻ ഏറ്റവും പ്ലെയിൻ ആയിട്ടുള്ള രീതി വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുന്നതാണ്. പക്ഷെ അവിടെ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കരുത് കേട്ടോ, ഷോർട്ടാക്കി പറയണം. വാട്ട്സ് യുവർ നെയിം, വാട്ട്സ് യുവർ നെയിം. അല്ലെങ്കിൽ കുറച്ചുകൂടെ ആദരവോടെ ബഹുമാനത്തോടെ പറയണമെങ്കിലുള്ള രീതി മേ ഐ നോ യുവർ നെയിം പ്ലീസ്. അവിടെ നമ്മൾ ആ പ്ലീസ് എന്നുള്ള വാക്കുകൂടെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബഹുമാനം വന്നു. മേ ഐ നോ യുവർ നെയിം പ്ലീസ് എന്ന് ചോദിക്കാം. അപ്പോൾ വാട്ട്സ് യുവർ നെയിം അല്ലെങ്കിൽ മേ ഐ നോ യുവർ നെയിം പ്ലീസ്. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ടാണ് ഒരാളെ കണ്ടുമുട്ടുന്നതെങ്കിൽ നമുക്കവിടെ പറയാവുന്നത് നൈസ് ടു മീറ്റ് യു എന്നാണ്. നൈസ് ടു മീറ്റ് യു, ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതുകൊണ്ട് മീറ്റ്. ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ആളാണെങ്കിൽ നൈസ് ടു സീ യു എന്ന് പറയായിരുന്നു. ഇനി കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, എന്തൊക്കെയുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കാൻ ഹൗ ഈസ് ഇറ്റ് ഗോയിങ് എന്ന് ചോദിക്കാം. നമ്മൾ സാധാരണ ഹൗ ആർ യു പറയില്ലേ, അതിൻ്റെ വേറൊരു രീതിയാണ് ഹൗ ഈസ് ഇറ്റ് ഗോയിങ്, അല്ലെങ്കിൽ ഹൗ ആർ തിങ്സ്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, ഹൗ ആർ തിങ്സ്. അപ്പോൾ നമ്മളോട് ആരെങ്കിലും ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ തിരിച്ചു പറയുക? ഐ എം ഫൈൻ താങ്ക്സ്, അല്ലെങ്കിൽ ഐ എം ഫൈൻ താങ്ക് യു. എന്നിട്ട് നമ്മൾ തിരിച്ച് ചോദിക്കേണ്ടത് നിങ്ങൾക്കോ സുഖമാണോ എന്നാണല്ലോ. അപ്പോൾ അതിന് ഐ എം ഫൈൻ താങ്ക്സ്, ഹൗ അബൌട്ട് യു, ഹൗ അബൌട്ട് യു, അതായത് നിങ്ങൾക്ക് സുഖമല്ലേ എന്നാണ് അർത്ഥം. ഇനി നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ള ഒരാളെ കുറേ നാൾ കഴിഞ്ഞാണ് കാണുന്നതെങ്കിൽ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയില്ലേ കുറേ കാലമല്ലോ കണ്ടിട്ടെന്ന്. അതിന് ഇംഗ്ലീഷിൽ പറയാവുന്ന സെൻറ്റൻസ് ലോങ് ടൈം നോ സീ എന്നാണ്. കുറേ കാലമല്ലോ കണ്ടിട്ട്, ലോങ് ടൈം നോ സീ. ഇനി എന്താ നിങ്ങൾ ഇവിടെ എന്ന് ചോദിക്കില്ലേ നമ്മൾ, എന്താ ഇവിടെ? അതിന് ഇംഗ്ലീഷിൽ പറയാവുന്നത് വാട്ട് ബ്രിങ്സ് യു ഹിയർ എന്നാണ്. വൈ ആർ യു ഹിയർ എന്ന് ചോദിക്കുന്നത് കുറച്ച് പൊളൈറ്റ് അല്ലാത്തൊരു ചോദ്യമാണ്. അപ്പോൾ വാട്ട് ബ്രിങ്സ് യു ഹിയർ എന്ന് ചോദിക്കാം. ഇനി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാളെ, മൂന്നാമതൊരാളെ പരിചയപ്പെടുത്തണമെങ്കിൽ നമുക്ക് പറയാവുന്നത് ദിസ് ഇസ് എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ പേര് പറയാം. അപ്പോൾ ഞാൻ മായ എന്ന് പറഞ്ഞൊരാളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ദിസ് ഇസ് മായ. ഓഫീസ് പോലത്തെ ഒരു സ്ഥലത്താണെങ്കിൽ ദിസ് ഇസ് മിസ്സസ് മായ അല്ലെങ്കിൽ മിസ് മായ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ മീറ്റ് മിസ് മായ, മീറ്റ് മിസ്സസ് മായ എന്ന് പറയാം. ഇനി നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴി എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ബാങ്കിലേക്ക് എത്തണം എന്നിരിക്കട്ടെ. അപ്പോൾ അതിന് ചോദിക്കേണ്ടത് ഹൗ ഡു ഐ ഗെറ്റ് ടു ദ ബാങ്ക്. എങ്ങനെയാണ് ബാങ്കിലേക്ക് എത്തുക? ഹൗ ഡു ഐ ഗെറ്റ് ടു ദ ബാങ്ക്. അപ്പോൾ ഹൗ ഡു ഐ ഗെറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. എങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുക? വേറൊരു മാർഗം, ഒന്ന് പറഞ്ഞു തരാമോ ബാങ്ക് എവിടെയാണെന്ന് എന്ന് ചോദിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതിന് കുഡ് യു പ്ലീസ് ടെൽ മീ, കുഡ് യു പ്ലീസ് ടെൽ മീ വേർ ദ ബാങ്ക് ഇസ്, കുഡ് യു പ്ലീസ് ടെൽ മീ വേർ ദ സൂപ്പർ മാർക്കറ്റ് ഇസ്.
അപ്പോൾ അവിടെ അത് മാത്രം മാറ്റിയാൽ മതി. കുഡ് യു പ്ലീസ് ടെൽ മീ വേർ ദ സൂപ്പർ മാർക്കറ്റ് ഇസ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിച്ചു. ആദ്യത്തേത് ഹൗ ഡു ഐ ഗെറ്റ് ടു ദ ബാങ്ക് എന്നായിരുന്നില്ലേ. അവിടെ നമ്മൾ ആ ഹൗ ഡു ഐ എന്ന് ചോദിച്ചില്ലേ, ആ ഫ്രേസ് ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങളും ചോദിക്കാം. ഉദാഹരണത്തിന് ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്ന് പറയാൻ ഹൗ ഡു ഐ ഡൗൺലോഡ് ദിസ്. അല്ലെങ്കിൽ നമുക്കൊരു സൂം മീറ്റിംഗ് ഉണ്ട്, അതിനെങ്ങനെയാണ് ജോയിൻ ചെയ്യുക, അതിന് ഹൗ ഡു ഐ ജോയിൻ ദ സൂം മീറ്റിംഗ്. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചിട്ട് നമുക്കത് അറിയില്ല എന്നാണെങ്കിൽ അതെങ്ങനെ പറയും? എനിക്കറിയില്ല എങ്ങനെ പറയും? സോറി ഐ ഡോണ്ട് നോ. ഏറ്റവും സിമ്പിളായിട്ട് പറയാവുന്നത് അങ്ങനെയാണ്, സോറി ഐ ഡോണ്ട് നോ. അല്ലെങ്കിൽ സോറി ഐ ഹാവ് നോ ഐഡിയ എന്നും പറയാം. സെയിം അർത്ഥമാണ്, എനിക്കറിയില്ല ഒട്ടും. സോറി ഐ ഹാവ് നോ ഐഡിയ. ഇനി നമ്മളൊരാളോടൊരു സംശയം ചോദിച്ചിട്ട് അയാളത് പറഞ്ഞു തന്നാൽ നമ്മൾ താങ്ക്സ് പറയും അല്ലേ. അപ്പോൾ നമുക്ക് പറയാവുന്നത് താങ്ക് യു, ഏറ്റവും സിമ്പിളായിട്ട് താങ്ക് യു. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാവുന്നൊരു കോമൺ ആയിട്ടുള്ള ഫ്രേസാണ് ദാറ്റ് വാസ് സോ കൈൻഡ് ഓഫ് യു. അങ്ങനെ അതേപോലെ നമ്മൾ മലയാളത്തിൽ പറയില്ല, വലിയ ഉപകാരം കേട്ടോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയാവുന്നൊരു കോമൺ ഫ്രേസാണ് താങ്ക് യുവിന് പകരം ദാറ്റ് വാസ് സോ കൈൻഡ് ഓഫ് യു എന്ന്. നമ്മളോട് ആരെങ്കിലും താങ്ക് യു എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചെന്താ പറയാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പറയാം യു ആർ വെൽക്കം. പക്ഷേ അതങ്ങനെ തെളിച്ച് യു ആർ വെൽക്കം എന്ന് പറയില്ല, യു ആർ വെൽക്കം ഷോർട്ടാക്കി പറയണം, യു ആർ വെൽക്കം. അല്ലെങ്കിൽ പറയാവുന്ന വേറൊരു ഇംഗ്ലീഷ് ഫ്രേസാണ് മൈ പ്ലെഷർ. മൈ പ്ലെഷർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നമ്മൾ സാധാരണ മലയാളത്തിൽ പറയില്ലേ, ഓ അത് ഞാൻ ചെയ്തതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറയില്ലേ, ആ അർത്ഥത്തിൽ മൈ പ്ലെഷർ. പക്ഷേ അത് പ്ലെഷർ എന്ന് പറയരുത് കേട്ടോ, പ്ലെഷർ എന്നാണ് പറയേണ്ടത്. ഇനി നമുക്ക് ആരോടെങ്കിലും നീ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കും? ആർ യു ഓക്കെ? അപ്പോൾ അർത്ഥം വന്നു, ആർ യു ഓക്കെ എന്നായി. ഇനി എല്ലാം ഓക്കെ അല്ലേ, പ്രശ്നമൊന്നും ഇല്ലല്ലോ, അതിനോ ഇസ് എവ്രിതിങ് ഓക്കെ, ഇസ് എവ്രിതിങ് ഓക്കെ. അപ്പോൾ ആ മീനിങ് വന്നു. ഇനി നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും സാധാരണ പറയുന്നത്? ആ ഈ കുഴപ്പമൊന്നുമില്ല, ചോദിച്ചതിന് നന്ദി അല്ലേ. അപ്പോൾ അതിന് നമുക്ക് പറയാവുന്നത് ഐ എം ഗുഡ്, താങ്ക്സ് ഫോർ ആസ്കിങ്. ഐ എം ഗുഡ്, താങ്ക്സ് ഫോർ ആസ്കിങ്. ഗ്രാമർ വെച്ച് നോക്കുമ്പോൾ ഐ എം ഗുഡ് എന്ന് പറയുന്നത് ശരിയല്ല, ഐ എം വെൽ എന്നൊക്കെയാണ് പറയേണ്ടത്. പക്ഷെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് ഐ എം ഗുഡ് എന്നാണ്. കൂടെ താങ്ക്സ് ഫോർ ആസ്കിങ്, ചോദിച്ചതിന് നന്ദി. ഇനി നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാനുണ്ട്, അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഒരു സഹായം വേണം. അപ്പോൾ അതിന് സമയമുണ്ടോ ഒരു കാര്യം പറയാനെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചോദിക്കില്ലേ, അതിന് പറയാവുന്നത് ഇംഗ്ലീഷിൽ ഹാവ് യു ഗോട്ട് എ മിനിറ്റ്. ഹാവ് യു ഗോട്ട് എ മിനിറ്റ്, സമയമുണ്ടോ ഒരു മിനിറ്റ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അതിന് പറയുക സമയമുണ്ടെങ്കിൽ തീർച്ചയായും, യെസ് ഓഫ് കോഴ്സ്, തീർച്ചയായും. ഇനി സമയമില്ലെങ്കിൽ എന്താ പറയുക? ഞാനിപ്പോൾ ഇത്തിരി തിരക്കിലാണ്. അപ്പോൾ എന്ത് പറയും? ഐ എം എ ലിറ്റിൽ ബിറ്റ് ബിസി. ഐ എം എ ലിറ്റിൽ ബിറ്റ് ബിസി, കുറച്ച് തിരക്കിലാണ്. ഇനി കുറച്ചധികം പേരുള്ളൊരു സ്ഥലത്ത് ഒരാളോട് മാത്രമായിട്ട് മാറ്റി നിർത്തി നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു കാര്യം ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് പറയില്ലേ, അതിന് കുഡ് ഐ ഹാവ് എ വേർഡ് വിത്ത് യു, കുഡ് ഐ ഹാവ് എ വേർഡ് വിത്ത് യു എന്ന് ചോദിച്ചാൽ മതി. ഇനി നമ്മളോടാണ് ആരെങ്കിലും ഇങ്ങനെ പറയുന്നതെങ്കിൽ തിരിച്ച് ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം കേട്ടോ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ വിൽ ബി വിത്ത് യു ഇൻ എ മിനിറ്റ്. ഐ വിൽ ബി വിത്ത് യു ഇൻ എ മിനിറ്റ്. ഇനി ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ വേറൊരാളോട് നമ്മൾ പറയില്ലേ, ഒന്ന് സഹായിക്കാമോ, ഒരു കൈ സഹായം എന്നൊക്കെ പറയില്ലേ, അതെങ്ങനെ പറയും? പ്ലീസ് ഗിവ് മീ എ ഹാൻഡ്. പ്ലീസ് ഗിവ് മീ എ ഹാൻഡ്. അവിടെ ഹാൻഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ഒരു കൈ സഹായം എന്ന അർത്ഥത്തിലാണ്. തിരിച്ച് നമുക്ക് ആരോടെങ്കിലും ചോദിക്കണമെങ്കിൽ ഞാൻ സഹായിക്കണോ, അതിന് ക്യാൻ ഐ ഗിവ് യു എ ഹാൻഡ്. എന്തെങ്കിലും ചെയ്യണോ, ക്യാൻ ഐ ഗിവ് യു എ ഹാൻഡ് എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ നമ്മളിപ്പോൾ ഒരു സ്റ്റോറിൽ സെയിൽസിൽ നിൽക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു കസ്റ്റമർ വരുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കില്ലേ, അതെങ്ങനെ ചോദിക്കും? വാട്ട് ക്യാൻ ഐ ഡൂ ഫോർ യു. നമുക്ക് പലപ്പോഴും ചോദിക്കേണ്ടി വരുന്നൊരു ചോദ്യമാണല്ലേ, ഞാൻ എന്താ ചെയ്തു തരേണ്ടത്, വാട്ട് ക്യാൻ ഐ ഡൂ ഫോർ യു. അതുപോലെ ചിലപ്പോൾ നമ്മൾ പറയില്ലേ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥത്തിൽ ഫീൽ ഫ്രീ ടു ആസ്ക്, ധൈര്യമായിട്ട് ചോദിച്ചോളൂ, ഫീൽ ഫ്രീ ടു ആസ്ക്. അതുപോലെ ഫീൽ ഫ്രീ ടു കോൾ, എന്തുണ്ടെങ്കിലും വിളിച്ചോളൂ, ഫീൽ ഫ്രീ ടു കോൾ. നമ്മൾ ചിലപ്പോൾ വളരെ അടുപ്പമുള്ളവരായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യും. അപ്പോൾ പല അഭിപ്രായങ്ങൾ അങ്ങും പറയും. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, അതിനെപ്പറ്റി വേറൊരാൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കാൻ നമ്മളെങ്ങനെയാണ് ചോദിക്കുക? വാട്ട് ഡു യു തിങ്ക്, വാട്ട് ഡു യു തിങ്ക്. അപ്പോൾ അതിന് സാധാരണ പറയാറുള്ള മറുപടി നല്ല ഐഡിയ, കൊള്ളാം എന്നൊക്കെയല്ലേ. അപ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ, ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. അല്ലെങ്കിൽ ഷോർട്ടാക്കി ഗ്രേറ്റ് ഐഡിയ എന്ന് പറഞ്ഞാലും മതി.
അതേപോലെ നമുക്ക് വേറൊരാളോടൊരു കാര്യത്തെപ്പറ്റി ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കണമെങ്കിൽ എങ്ങനെ പറയാൻ നോക്കാം. ഉദാഹരണത്തിന് ഞാനൊരാളോട് ചോദിക്കുകയാണ്, നമ്മൾ ഈ വരുന്ന തിങ്കളാഴ്ച മീറ്റ് ചെയ്താലോ? അപ്പോൾ അതെങ്ങനെ ചോദിക്കും? ഹൗ അബൌട്ട് മീറ്റിംഗ് ദിസ് മൺഡേ? ഹൗ അബൌട്ട് മീറ്റിംഗ് ദിസ് മൺഡേ? അപ്പോൾ ഹൗ അബൌട്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനാണ്. ആ ഒരു ഫ്രേസിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും മാറ്റി മാറ്റി ചോദിക്കാം. ഹൗ അബൌട്ട് ഗോയിങ് ഷോപ്പിംഗ് ടുമോറോ? ഹൗ അബൌട്ട് ഗോയിങ് ടു ദ സിനിമ ദിസ് ഈവനിങ് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സാധാരണ മറുപടി പറയുന്നത് എങ്ങനെയായിരിക്കും? പിന്നെന്താ എന്ന് പറയാം അല്ലേ? അപ്പോൾ അത് ഷുവർ, വൈ നോട്ട്. ഷുവർ, വൈ നോട്ട് എന്ന് പറഞ്ഞാൽ പിന്നെന്താ, തീർച്ചയായും പോകാമെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ മുൻപ് നമ്മൾ പറഞ്ഞ പോലെ നല്ല ഐഡിയ, ഗ്രേറ്റ് ഐഡിയ എന്ന് പറയാം. നമുക്ക് ആ പറഞ്ഞ സമയത്ത് വരാൻ പറ്റില്ല എന്നാണെങ്കിലോ അതെങ്ങനെ പറയും? സോറി, ഐ കാൺട്ട് മേക്ക് ഇറ്റ് എന്നാ പറയുക. അവിടെ ഐ കാൺട്ട് മേക്ക് ഇറ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് ആ സമയത്ത് എത്താൻ പറ്റില്ല. ഐ കാൺട്ട് മേക്ക് ഇറ്റ്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ടിരുന്ന് എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരും. അപ്പോൾ ചില അഭിപ്രായങ്ങളോട് നമ്മൾ യോജിക്കും അല്ലേ? അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഞാൻ അതിനോട് യോജിക്കുന്നു. എങ്ങനെ പറയും? ഐ എഗ്രി വിത്ത് യു എന്ന് പറഞ്ഞാൽ മതി. ഐ എഗ്രി വിത്ത് യു. അല്ലെങ്കിൽ നമുക്ക് ഒറ്റൊരു വാക്ക് പറഞ്ഞാൽ മതി, എക്സാക്ട്ലി. എക്സാക്ട്ലി എന്ന് വെച്ചാൽ അത് തന്നെ, അതായത് നമ്മളത് മുഴുവനായിട്ട് യോജിക്കുന്നു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഐ ടോട്ടലി എഗ്രി എന്ന് പറയാം. ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഐ ടോട്ടലി എഗ്രി. അപ്പോൾ എഗ്രി ചെയ്യുന്നു എന്ന് പറയാൻ കുറച്ചുകൂടി എളുപ്പമാണ്. നേരെ മറിച്ച് നിങ്ങൾ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ അത് അത്ര സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഐ ഡോണ്ട് എഗ്രി വിത്ത് യു എന്നങ്ങനെ പറയാറില്ല. അതിന് പകരം നമ്മൾ കുറച്ചുകൂടെ മയപ്പെടുത്തി പറയും, ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. അതായത് നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്നെനിക്ക് അത്ര ഉറപ്പില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ഡോണ്ട് തിങ്ക് സോ. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങിയത് ഒരാളെ നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടി പരിചയപ്പെടുമ്പോൾ എന്താ പറയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ? അപ്പോൾ നമ്മളൊരാളെ പരിചയപ്പെട്ടു, സംസാരിച്ചു, അവസാനം തിരിച്ചു പോരാൻ നേരത്ത് എന്താ പറയുക എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം. എങ്ങനെ പറയും? ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു. ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു. നിങ്ങളോട് സംസാരിച്ചതിൽ വളരെ സന്തോഷം. അതെങ്ങനെ പറയും? ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. അതുപോലെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, അയ്യോ എനിക്ക് പോകാൻ സമയമായി, എനിക്കിപ്പോൾ പോയേ പറ്റൂ. അതെങ്ങനെ പറയും? ഐ നീഡ് ടു ഗോ നൗ. ഐ നീഡ് ടു ഗോ നൗ. വേറൊരു ഫ്രേസാണ് ഐ നീഡ് ടു ഗെറ്റ് ഗോവിങ്. എനിക്കിപ്പോൾ പോയേ പറ്റൂ. ഐ നീഡ് ടു ഗെറ്റ് ഗോവിങ്. അതുപോലെ നമ്മൾ വർത്താനം പറഞ്ഞ് പിരിയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് സീ യു ലേറ്റർ, പിന്നെ കാണാം, അല്ലെങ്കിൽ ക്യാച്ച് യു ലേറ്റർ. സെയിം മീനിങ് ആണ് അതിനും. സീ യു ലേറ്റർ അല്ലെങ്കിൽ ക്യാച്ച് യു ലേറ്റർ. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കാറുള്ള ചില ഫ്രേസസ് ഉണ്ട്. ടേക്ക് കെയർ, സൂക്ഷിക്കണേ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഗുഡ് ബൈ. ഇതൊക്കെ നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുന്ന ഫ്രേസസ് ആണ് അല്ലേ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ ഏറ്റവും അധികം പതിവായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ ഈ സെൻറ്റൻസസ് നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കണം. കാരണം അങ്ങനെ മനസ്സിൽ പതിഞ്ഞാലേ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അധികം ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക് പോലും ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാൻ പറ്റും. ഉറപ്പായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.